ഇതാണ് ചിന്നു. ചിന്നു രാവിലെ നേരത്തെ തന്നെ എഴുന്നേൽക്കും. ചിന്നു ഇന്നും പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു. ഭയങ്കര ചൂടായതിനാൽ ഇന്നലെ നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇനി എന്തായാലും എണീറ്റ് പോയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അങ്ങനെ ചിന്നു എഴുന്നേറ്റു തൻ്റെ അടുക്കളയിലേക്ക് പോയി. ഇതാണ് ചിന്നുവിൻ്റെ കൊച്ചടുക്കള. ഇന്ന് എന്തുണ്ടാക്കും? പാത്രങ്ങളെല്ലാം തുറന്നു നോക്കിയ ചിന്നുവിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചിന്നു എന്തു ചെയ്തു? എല്ലാ പാത്രങ്ങളും തുറന്നു നോക്കി ഒരു പാത്രം എടുത്ത് ഗ്യാസിൽ വെച്ചു. അപ്പോഴാണ് ചിന്നു ശ്രദ്ധിച്ചത്, വെള്ളമില്ല. ചിന്നു ബാക്കിയുള്ള പാത്രങ്ങളും തുറന്നു നോക്കി, അതിലും വെള്ളമില്ല. അപ്പോൾ ചിന്നുവിന് സങ്കടമായി. ചിന്നു വേഗം ചെന്നു തൻ്റെ കിണറ്റിൻകരയിലെത്തി. അപ്പോഴാണ് ചിന്നു അത് കണ്ടത്. വലിയൊരു മീൻ. ചിന്നു എന്തു ചെയ്തെന്നോ, ഒരു കപ്പ് കോരിയെടുത്തു മീനിനെ പിടിച്ചു. മീനാണെങ്കിൽ നല്ല പിടച്ചിലും. ഒരുവിധം ചിന്നു മീനെ പിടിച്ചു അടുക്കളയിൽ കൊണ്ടുവന്നു പാത്രത്തിലിട്ടു. പാത്രത്തിലിട്ട് ചിന്നു മീനൊക്കെ ഫ്രഷാക്കി കഴുകി. മീനാണെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്ന് ഭയങ്കര കരച്ചിൽ. ഒരുവിധം ചിന്നു മീനെ ഒതുക്കി. അങ്ങനെ മീനെ നന്നായിട്ട് കത്തിയെടുത്ത് വരണ്ടി ക്ലീൻ ചെയ്തു റെഡിയാക്കി. എന്നിട്ട് ഗ്യാസിൽ വെച്ച പാത്രത്തിൽ വെച്ചു ചൂടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചിന്നുവിനൊരു കാര്യം ഓർമ്മ വന്നത്. ചിന്നു വേഗം ഗ്യാസൊക്കെ ഓണാക്കി തൻ്റെ മീൻ നന്നായിട്ട് വേവിക്കാൻ തുടങ്ങി. ചിന്നു രാവിലെ തന്നെ മീൻ പിടിച്ചു. മീൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ആകെ മുഷിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ചിന്നു അത് കഴിക്കാൻ വേണ്ടി എടുത്തു. അപ്പോൾ ചിന്നു അതിനിടയ്ക്ക് നല്ല പാട്ടും കേട്ടു ഡാൻസ് കളിച്ചു. അങ്ങനെ ചിന്നു സ്പൂണുകളൊക്കെ എടുത്തു. അങ്ങനെ ഒരു കിണ്ടി ഉണ്ടായിരുന്നു ചിന്നുവിൻ്റെ കയ്യിൽ. അതിൽ വെള്ളമെടുക്കാൻ വേണ്ടി കിണറ്റിൻകരയിലേക്ക് പോയി. അങ്ങനെ അതിലേക്കും വെള്ളം കോരി നിറച്ചു. അത് ചിന്നുവിന് കുറേ ചെടിത്തോട്ടമുണ്ടായിരുന്നു, പൂക്കളുള്ള നല്ല തോട്ടം. ചിന്നു ആ പൂക്കൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ചിന്നു ആ പൂക്കളൊക്കെ നനച്ചു. എല്ലാ പണിയും രാവിലെ തന്നെ വൃത്തിയായി ചെയ്തു. ശേഷം ചിന്നു വീണ്ടും കിണറ്റിൻകരയിലെത്തി. പിന്നെ ബക്കറ്റ് ശരിയാക്കി വെച്ച് ചിന്നു അടുക്കളയിൽ ചെന്നു. എന്നിട്ട് തൻ്റെ മീനൊക്കെ റെഡിയാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ കത്തിയും സ്പൂണും ഫോർക്കും ഒക്കെ വെച്ചു ചിന്നു മീൻ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. നല്ല സ്വാദുള്ള മീനും കൂട്ടി അങ്ങനെ ചിന്നു ഫുഡൊക്കെ കഴിച്ചു. ചിന്നുവിന് നല്ല സന്തോഷവും സമാധാനവും തോന്നി. അപ്പം ചിന്നുവിന് തോന്നി, ഇനിയിപ്പോൾ എന്താണ് പരിപാടി എന്നാലോചിച്ച് ചിന്നു ഫുഡ് അങ്ങനെ കഴിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ചിന്നു പാത്രം എടുത്തു കിണറ്റിൻകരയിൽ പോയി കഴുകാൻ പോയി. പെട്ടെന്നാണത് സംഭവിച്ചത്. ചിന്നു കാൽ തെറ്റി കിണറ്റിൽ വീണു. ഓടിവാ രക്ഷിക്കണേ. ഓടി വന്നത് നമ്മുടെ കാക്ക ഓടി വന്നു JCB കൊണ്ടുവന്നു ചിന്നുവിനെ പിടിച്ചു വലിച്ചു. ഒരുവിധം ചിന്നു രക്ഷപ്പെട്ടു. പാവം ചിന്നു. എന്തായാലും ചിന്നുവിൻ്റെ കുളി കഴിഞ്ഞു. അങ്ങനെ ചിന്നു വേഗം കിണറ്റിൻകരയിൽ നിന്നും പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ചിന്നു പാവം ക്ഷീണിച്ചു. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ചിന്നു കരുതി ഒന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം ചിന്നു തൻ്റെ ബാഗും ചെരുപ്പൊക്കെ എടുത്ത് പുറത്ത് പോയാലോ എന്നാലോചിച്ചു. അതിനുവേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങി. ചിന്നുവിൻ്റെ പുതിയ ബാഗ്. ചിന്നു ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിച്ച പുതിയ ബാഗാണത്. അപ്പോൾ ചിന്നു അതെടുത്തു കയ്യിൽ പിടിച്ചു.
ബാഗിൻ്റെ വെയിറ്റ് കൊണ്ട് ബാഗ് ചാടിക്കൊണ്ടേയിരുന്നു. പാവം ചിന്നു. എന്തായാലും ചിന്നുവിൻ്റെ പുതുപുത്തൻ ഷൂവുമിട്ട് നല്ല ചെരുപ്പുമിട്ട് അങ്ങനെ ചിന്നു പോകാൻ റെഡിയായി. ചിന്നു പോകുന്നത് ചിന്നുവിൻ്റെ കാറിലാണ്. പക്ഷേ ഇന്ന് ചിന്നുവിൻ്റെ കാറ് കേടായി. അപ്പോൾ ചിന്നു അങ്ങനെ നടന്ന് പോയി ഒരു പാർക്കിലെത്തി. ഹായ്, വാവ്, സുന്ദരമായ പാർക്ക്. കുറേ ഐസ്ക്രീം, കേക്ക്, പല പല സാധനങ്ങൾ കണ്ട് ചിന്നുവിന് സന്തോഷമായി. ചിന്നു അതാ തൻ്റെ ബാഗിൽ നിന്നും കാശെടുത്ത് അങ്ങനെ ചിന്നു കുറേ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ചിന്നു ഐസും കഴിച്ചുകൊണ്ട് അങ്ങനെ പാർക്കിലൂടെ ചുറ്റിക്കറങ്ങി. അങ്ങനെ ഒരുവിധം ചിന്നുവിൻ്റെ ബാഗ് കാലിയായി. അപ്പോൾ ചിന്നുവിന് തോന്നി ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി, ബാഗ് കാലിയായി, ഐസും തീർന്നു. അപ്പോൾ ചിന്നു അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് അവിടെ ഒരു പാർക്ക് കണ്ടത്. അപ്പോൾ ചിന്നു വിചാരിച്ചു ഇതിൽ കുറച്ച് ചാടിക്കളിക്കാം. അങ്ങനെ ചെറിയ കുട്ടികൾ കളിക്കുന്ന പാർക്കിൽ ചിന്നു കയറി ചാടാൻ തുടങ്ങി. ചാടി ഒരുവിധം ചിന്നു കുഴങ്ങി. അങ്ങനെ ചിന്നു എന്തു ചെയ്തെന്നോ പാർക്കിൽ നിന്നും ഇറങ്ങി. പിന്നെ അവിടെ ഒരു പോപ്കോൺ കണ്ടു, അതും വാങ്ങി. പിന്നെ ഒന്ന് പർച്ചേസ് നടത്തി. ഒരു നല്ല ക്ലിപ്പൊക്കെ വാങ്ങി ചിന്നു തലയിൽ കുത്തി. ഇപ്പോൾ ചിന്നു ആകെ സുന്ദരിയായിട്ടോ. അങ്ങനെ ചിന്നു തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ചിന്നുവിന് വീട്ടിലെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്, എൻ്റെ ബാഗ് കാലിയായിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പുതിയ ക്ലിപ്പൊക്കെ കിട്ടിയ ചിന്നുവിന് സന്തോഷമായി. ഇപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.